ഇപ്പോൾ ഏത് സോഷ്യൽ മീഡിയ തുറന്നാലും കാണുന്ന കോമ്പിനേഷനാണ് പുട്ടും മാങ്ങാപ്പഴവും. എന്നാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തി ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. 2 കപ്പ് കട്ടി തേങ്ങാപ്പാല് 2 നന്നായി പഴുത്ത മധുരമുള്ള മാങ്ങയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ മാംഗോ പൾപ്പ് റെഡി ആയിട്ടോ. ഇനി പൊട്ടുപൊടി തയ്യാറാക്കാം. ഇത് ഗോതമ്പ്, ചോളം, അരി 3 തരം പൊടിയുണ്ട്. ഇനി മാംഗോ പൾപ്പ് ഇട്ട് കുഴയ്ക്കാം. ഇനി നമ്മുടെ പൾപ്പ് ഇട്ട പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പൾപ്പ് മൊത്തത്തിൽ കഴുകി ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ പാകത്തിന് കുഴച്ചെടുക്കണം. സാധാരണ പുട്ട് കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ നനവ് വേണം. ഇനി നമുക്ക് അരിപ്പൊടിയുടെ പുട്ടുപ്പൊടി റെഡിയാക്കാം. അതിന് മാങ്ങയുടെ പൾപ്പ് അടിച്ച മിക്സിയുടെ ജാറിലുണ്ടല്ലോ, കുറച്ചധികം തേങ്ങാവെള്ളം ഒഴിച്ച് ഒന്ന് കറക്കിയെടുത്തു. പിശിക്കാനമ്മന്നല്ലേ മനസ്സിൽ? അത് സാരില്ല കേട്ടോ, എനിക്കൊന്നും കളയാനും മനസ്സില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പുട്ട് അങ്ങോട്ട് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഒരു മിക്സഡ് പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് തേങ്ങ ഇടുക. ഒറ്റ ഇത് മതി കേട്ടോ, ഇടയിൽ വേറെ ആർഭാടങ്ങളൊന്നും വേണ്ട. ഓൾറെഡി നമ്മൾ മാങ്ങയുടെ പ്യൂരി ഇട്ടിട്ട് കുഴച്ചതല്ലേ, പിന്നെ ഇനി ഇടയിൽ വലിയ ആർഭാടം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ചൂട് ഒന്ന് ടൈറ്റായിരിക്കണം. ഇതേ നോക്കിയേ, ഇത് നമ്മൾ കുഴച്ച് വെച്ചപ്പോൾ കുറച്ച് നല്ല വെള്ളം കൂടുതലായിരുന്നു. കണ്ടോ, ഇതാണ് കണ്ടോ കറക്റ്റ് പുട്ടിൻ്റെ ഇതാണ്. അപ്പം ഇങ്ങനെയുള്ള പുട്ടുകൾ, പ്രത്യേകിച്ച് ഈ ഗോതമ്പ് പുട്ട്, നമ്മുടെ റാഗി പുട്ട്, റവ പുട്ട്, ചോളപ്പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടുതൽ വെക്കണം. തേങ്ങ അർഭാടമായിട്ട് വെച്ചു. ഓൾറെഡി വെള്ളം തിളച്ചു കേട്ടോ. അപ്പം നമ്മളിത് വെളുത്ത പുട്ടുപൊടിയാണ്, ഇതിൻ്റെ അകത്ത് നമ്മൾ പ്യൂരി ഇട്ടിട്ടില്ല. പകരം നമ്മൾ ഈ മാങ്ങ അടിച്ച ജാറിലേക്കില്ലേ, ആ 2 തേങ്ങയുടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ച് എടുത്തു. അപ്പം ആ തേങ്ങാ വെള്ളത്തിൻ്റെ ആ മാങ്ങയുടെ ചെറിയൊരു ലാഞ്ചന വരും. എന്നിട്ട് അതും കൊണ്ടാണ് നമ്മളിത് കുഴച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ എന്താ കുറച്ച് തേങ്ങ ഇട്ടു, കാരണം ചെറിയ പുട്ടാണല്ലോ. മാങ്ങ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് മതി. പിന്നെ ദേ നമ്മളിട്ടു, നമ്മളിതേ അടച്ചു വെച്ച് ഒറ്റ ആവി. ഓക്കെ, അപ്പോൾ നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ടേ. അപ്പോൾ ദേ ആവി വന്നു. നമ്മുടെ ചേട്ടന് എന്താ കണ്ടിട്ട് നല്ല സെറ്റപ്പാണ്. പൊട്ടുമ്പോൾ എന്താ സെറ്റപ്പ് എന്നറിയാട്ടോ. സെറ്റായിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ്, ചോളം പ്യൂരിയും കൂടെ, അതായത് മാംഗോ പ്യൂരിയും കൂടെ ഉള്ളൊരു പുട്ട്. ഇതാ സൈഡിൽ ആകെ വേണ്ടത് നമുക്ക് കുറച്ച് മാങ്ങാപ്പഴമാണ്. അതുപോലെ മാങ്ങാപ്പഴം ടോപ്പിങ് വെച്ച വെള്ളപ്പുട്ട്. ഒന്നും ഇല്ലാതെ ഞാൻ വെറുതെ ഒന്ന് തിന്ന് നോക്കട്ടെ കേട്ടോ. ഒരു മിക്സും വേണ്ട, ഇത് തന്നെ അടിപൊളിയാണ്. മാങ്ങാപ്പഴത്തിന് നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ട്. ഗോതമ്പിന്റെയും ചോളത്തിന്റെയും പുട്ടുപൊടി ഇല്ലേ, സൂപ്പറാട്ടോ. ഒരു കറിയും വേണ്ട, സാധാരണ കറിയില്ലാതെ നമുക്ക് തിന്നാൻ പറ്റില്ല. മാങ്ങാപ്പഴം ഇട്ട് കുഴച്ചിട്ട് ഒന്ന് തിന്ന് നോക്കട്ടെ. പുട്ടുമായിട്ട് കുഴച്ചു. ഓൾറെഡി പുട്ടിന് കളറ് ഒരു യെല്ലോയിഷ് കളറ് വന്നു കഴിഞ്ഞു. നമ്മുടെ ചാനലിൽ നല്ല ചക്കപ്പഴം കൊണ്ട്, പഴുത്ത ചക്കപ്പഴം കൊണ്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കാണാത്തൊരു കയറി കാണണം. അത് വേറൊരു സ്റ്റൈല്, ഇത് വേറൊരു സ്റ്റൈല്. നല്ല പഴുത്ത മാങ്ങ തന്നെ വേണം. ഉറപ്പായിട്ടും നമ്മുടെ പിള്ളേർക്ക് ഇത് ഇഷ്ടവും. നമ്മുടെ വെളുത്ത പുട്ട് അത് എടുത്തിങ്ങനെ, ഓൾറെഡി എൻ്റെ അത് കുറച്ച് മാങ്ങയുടെ പീസസ് ഉണ്ട്, നിങ്ങൾക്കറിയാലോ. അപ്പം അതൊക്കെ ഇങ്ങനെ ഒന്ന് എടുത്തൊന്ന് കുഴച്ച് ഒരു ഇളം ചൂടിൽ ഇത് കഴിക്കണം കേട്ടോ, തണുത്ത് പോയാൽ കൊള്ളില്ല. കാണാൻ ഇതും നല്ല രസമാണ് അല്ലേ. തിന്നോട്ടെ, ഇതിലേതാ ടേസ്റ്റ് നോക്കിയാൽ ചോദിച്ചാൽ ഞാൻ പെടും. രണ്ട് ടേസ്റ്റാണ്, 2 ഫ്ലേവറാണ്, രണ്ടും ബെസ്റ്റാണ്, അടിപൊളി. ഇനി ഞാൻ കുറച്ച് പുട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ മാങ്ങാപ്പഴം ഇട്ട് കുഴയ്ക്കാതെ പ്ലെയിൻ ആയിട്ടൊന്ന് തിന്ന് നോക്കട്ടെ. എന്നിട്ട് നമ്മൾ ഇട്ട മാങ്ങാപ്പഴം ഉണ്ട് ആവി കയറ്റുമ്പോൾ, ഇതും സൂപ്പർ തന്നെയാണ്. പക്ഷെ മാങ്ങാപ്പഴം ഇട്ട് കുഴച്ച് തിന്നുന്നതാണ് സൂപ്പർ. അപ്പോൾ ദേ ഈസി ആയിട്ട് വെറും 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ആ പുട്ടിന് ആവി വരുന്ന സമയം മാത്രം മതി. ആ സമയം കൊണ്ട് 2 വെറൈറ്റി ആയിട്ടുള്ള പുട്ട്. ഇഷ്ടമായാലോ ഒട്ടും മടിക്കണ്ട, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ഇനിയും സപ്പോർട്ട് ചെയ്യാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഫോളോ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഈ പുട്ട് കുപ്പിയിടുന്ന പോലെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത കിട്ടുന്ന വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ.